നമസ്കാരം. കരൾ രോഗങ്ങൾ അനിയന്ത്രിതമായിട്ട് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. അതായത് സമൂഹത്തിൽ ലിവറുമായി ബന്ധപ്പെട്ട പലവിധ അസുഖങ്ങളും, അതായത് നമ്മൾ സാധാരണ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കരൾ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മഞ്ഞ നോവ്, അതല്ല എങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ എന്താ പറയാ, ചില അപൂർവമായിട്ട് സിറോസിസ് ലിവർ, അത് വെള്ളം അടിക്കുന്നവരിലാണ് സിറോസിസ് നമ്മൾ കണ്ടുവരുന്നത്. കൂടാതെ ക്യാൻസർ, ഇങ്ങനെയുള്ള അത്യാവശ്യം എന്താ പറയാ, നമുക്ക് വളരെ വളരെ റെയറായിട്ട് കണ്ടുവന്ന ഒരു അസുഖമായിരുന്നു കരൾ രോഗമെങ്കിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടിരിക്കുകയാണ്. മിക്കവാറും വരുന്ന രോഗികൾ ഇപ്പം ഒരു ദിവസം വരുന്നതിൽ ഒരു രോഗിക്കെങ്കിലും ഫാറ്റി ലിവർ ഇല്ലാത്തവരില്ല. ഫാറ്റി ലിവർ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വിഷയമായി തീർന്നിരിക്കുന്നത്. ഫാറ്റി ലിവർ പല ഗ്രേഡുകളിലുള്ളതും, ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കാം. പക്ഷെ ആദ്യം നമുക്ക് കരൾ രോഗങ്ങളെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും. ഇതെല്ലാം കരൾ രോഗങ്ങളാണ്. നമ്പർ 1 ആയിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൊണ്ടുള്ള ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, സാധാരണ ഒരു മഞ്ഞ നോവ്, നല്ല മഞ്ഞ നിറത്തിൽ മൂത്രം പോവുക, പനി വരിക, ഛർദിലുണ്ടാവുക. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് റെസ്റ്റും കൊടുത്ത്, നല്ല ശരിക്കും പറഞ്ഞാൽ ഷുഗർ കൂടുതലുള്ള ഒരു ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ദഹനത്തിന് എളുപ്പമായിട്ടുള്ള ഭക്ഷണം. ഗ്ലൂക്കോസ് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഗ്ലൂക്കോസ് സലൈൻ ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നെ അതിന് ശരിക്കും മരുന്നുകൾ വളരെ കുറവാണ്. ഹെപ്പറ്റൈറ്റിസ് അതിന് നല്ല റെസ്റ്റും കൊടുത്ത് നല്ല ലൈറ്റ് ഫുഡും കൊടുക്കുമ്പോൾ തന്നെ ഒരാഴ്ചയ്ക്കുണ്ടാവും. പക്ഷെ രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കൊണ്ടുള്ളത് അത്ര നിസ്സാരക്കാരനല്ല. അതെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയോ അതല്ലെങ്കിൽ ഒരു കുത്തിവയ്പ്പിലൂടെയോ സെക്ഷൽ ട്രാൻസ്മിഷനിലൂടെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വെച്ചിട്ടുണ്ടാവുന്ന ഈ അസുഖം തീർച്ചയായും ഗുരുതരമായ ഒരു സ്വഭാവമുള്ളതാണ്. കാരണം ഇത് ക്യാൻസർ, സിറോസിസ് ലിവറും ക്യാൻസറും വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അപ്പം ഇത് ശരിക്കും വൈറസ് കൊണ്ടാണെങ്കിൽ കൂടിയും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത് പകരുന്നത് ഇതേ രീതിയിലാണ്. ഒരു ബ്ലഡ് കൊടുക്കുന്നവർക്കുണ്ടാവും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആ നീഡിൽ കൂടെ പാസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു വിഭാഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. CE അങ്ങനെ മറ്റുള്ള ഡിവിഷൻസും ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ പ്രശ്നകാരി ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. അപ്പം അത് ഒരു പ്രിവെന്റീവ് എന്ന രീതിയിൽ നമ്മളത് കാണേണ്ടിയിരിക്കുന്നു. അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധയാണ് വേണ്ടത്. മൂന്നാമത്തെ വിഭാഗമാണ് ഇപ്പോൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യം, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതാണ് ഈ പ്രത്യേകിച്ചും ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം വളരെ സർവ്വവ്യാപകമായിട്ടുണ്ടാവുന്നത്. അത് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നവരുടെ ലിവർ പെട്ടെന്ന് തന്നെ സിറോസിസിലേക്ക് പോവുക. പിന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് മഞ്ഞനോവ് കാണുന്നെങ്കിലും അതിൽ കൂടുതൽ വയറുപെരുക്കം, ഛർദില്, കാലില് നീര്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ പോലും പോകുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അതിന്റെ ഡെവലപ്മെന്റ്. അതായത് നമ്മളുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി, അതായത് ഇപ്പോഴും ഞാൻ പറയത്തില്ലേ, ശരീരത്തിനകത്തിരിക്കുന്ന രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനെതിരെ അല്ലെങ്കിൽ ഈ ലിവറിന്റെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. അപ്പൊ ലിവറിനെ ചീത്തയാക്കി കളയും. അതാണ് അവിടെ നടക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. അത് ഗുരുതരമായ ഒരു കാര്യമാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലേറ്റർ സ്റ്റേജിലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകാവുന്നേ ഉള്ളൂ. ഇതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സിറോസിസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 3 വിഭാഗം കഴിഞ്ഞിട്ട് അടുത്തതാണ് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫാറ്റി ലിവർ. ഞാൻ പലപ്പോഴും ഈ ടോപ്പിക് എടുത്തിട്ടുണ്ട്, എങ്കിൽ കൂടിയും ഇന്ന് അത് കുറച്ചുകൂടെ വിശദീകരിച്ച് അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, എങ്ങനെ വരാതിരിക്കാൻ നോക്കാം എന്നുള്ള ആ ഒരു പോയിന്റാണ് ഇന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്താണ്? ഫാറ്റി ലിവർ കരളിന്റെ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ.
അപ്പൊ ഇതിന്റെ ഗ്രേഡ് അനുസരിച്ച് ഇതിന്റെ സ്വഭാവവും മാറും, അതിന്റെ ഗുരുതരാവസ്ഥയും മാറും. ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 3 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സിറോസിസിന് തുല്യം തന്നെയാണ്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാല് കൊഴുപ്പിന്റെ ആ ഒരു അതിന്റെ പെർസെൻറ്റേജ്, അത് ശതമാനം എന്ന് പറയുന്നത് 0 to 5 to 33, 5-നും 33% ഇടയ്ക്കിരിക്കുന്നത് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിൽ 33-നും 64-നും ഇടയ്ക്കിരിക്കുന്നത് ഗ്രേഡ് 2 ഫാറ്റി ലിവർ, 64-ന് മുകളിലേക്ക് കയറുന്നത് ഗ്രേഡ് 3 ഫാറ്റി ലിവർ. അപ്പൊ ഈ ഗ്രേഡ് 3 ഫാറ്റി ലിവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രശ്നമാണ്, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെ വലിയ പ്രയാസമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ചികിത്സയിൽ എനിക്ക് ഗ്രേഡ് 3 കിട്ടുന്നുണ്ട്, അതിനെ ഞാൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസത്തിനകത്ത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ലവണ്ണം ഡയറ്റും നോക്കി വ്യായാമവും ചെയ്ത് അതിനോടൊപ്പം ഒരു നല്ല ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യാതെ ഒരിക്കലും അത് തിരിച്ചു വരില്ല. അത് നമ്മൾ വളരെ ഒരു ഡിറ്റർമിൻഡ് ഔട്ട്ലുക്ക് തന്നെയാണ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഗ്രേഡ് 3 ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ചു കൊണ്ടുവരാം, ഗ്രേഡ് 1 ആക്കാം, ഗ്രേഡ് 0 ആക്കാം. നിങ്ങൾ 6 മാസം മുതൽ 1 വർഷം വരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ലൈഫാണ് വേണ്ടത്, പ്രത്യേകിച്ചും ഭക്ഷണ കാര്യത്തിലും വ്യായാമത്തിലും. അപ്പോൾ ഈ ഒരു ഗ്രേഡ് 3യിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ഗ്രേഡിങ്ങില് സ്കാറിങ്ങും ഉണ്ടാവും. സ്കാറിങ് നോക്കുന്നതാണ് ഫൈബർ സ്കാൻ. അപ്പോൾ ഗ്രേഡ് ഈ അൾട്രാസോണോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ നമുക്ക് നല്ലോണം മനസ്സിലാവും. അത് കൊഴുപ്പിന്റെ ശതമാനം അനുസരിച്ചാണ്. 30 മുതൽ 33%, 5 to 33 ആണെങ്കിൽ അത് ഗ്രേഡ് 1 എന്ന് പറയും. 33% കൊഴുപ്പ് അടിഞ്ഞുകൂടി. 33%-നും 64%-നും ഇടയ്ക്ക് കൊഴുപ്പ് അടിഞ്ഞുകൂടിയതാണെങ്കിലാണ് ഗ്രേഡ് 2, അതിന് മുകളിലാണ് ഗ്രേഡ് 3. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്കാറിങ് ആണ്. ഈ ഗ്രേഡ് 1-ല് സ്കാറിങ് വളരെ കുറവ്, 0 to 10 ആണ് അതിന്റെ ഒരു ഗ്രേഡിങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതപ്പം ഈ ഒരു കണക്കിൽ വരുമ്പോൾ 4-ന് താഴെ നിൽക്കുന്നത് അത്ര പ്രോബ്ലമാറ്റിക് അല്ല. അപ്പൊ 4-നും 7-നും 4-നും 7-നും ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് അത് ഓരോ ഗ്രേഡായിട്ട് മാറും. സ്കാറിങ്ങിന്റെ ഗ്രേഡ് കൂടി വരും. ഈ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് കരളിന്റെ കോശങ്ങളിൽ നിറയെ എന്താ പറയാ കട്ടിയാവുകയാണ്, അതിന്റെ ആ സ്മൂത്ത്നെസ് മാറുകയാണ്, ലിവറിന്റെ സ്ട്രക്ചർ മാറുകയാണ്. ചകരിനാര്, അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പേര്. ചകരിനാര് പോലെ ഫൈബർ ആയി പോവാണ്, ഫൈബ്രോട്ടിക് ആയി പോവാണ് കോശങ്ങൾ, ലിവർ കോശങ്ങൾ. അതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത, അതിന്റെ പ്രവർത്തന ശേഷി പൂർണ്ണമായിട്ടും മാറിപ്പോകുന്ന അവസ്ഥയാണിത്. അപ്പം ഫൈബ്രോട്ടിക് ആവുമ്പോൾ അത് ഫൈബർ സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഗ്രേഡ് 4-ൽ നിൽക്കുന്നത് ഫൈബർ സ്കാനിലും ഏറ്റവും മുകളിലായിരിക്കും ആ സ്കാറിങ്. അപ്പൊ അതൊരു ഫൈബർ സ്കാനിന്റെ ഈ ഒരു റേഷ്യോ നോക്കുമ്പോൾ 0 to 10-ൽ എബോവ് 7 ആയിട്ട് വരും. അപ്പൊ ഇത് നമ്മളിത് നോക്കുമ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കയ്യിൽ ഇത് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോകും, അത് പ്രത്യേകിച്ചും ലേഡീസ്. അപ്പൊ ഈ പഴയ കാലങ്ങളിൽ ഈ ഫാറ്റി ലിവറും ഈ സിറോസിസും ഒക്കെ ഈ വെള്ളവടിപ്പാട്ടുകൾ, അതായത് ആൽക്കഹോളിസത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്, ആൽക്കഹോൾ കഴിക്കാതെ പ്രത്യേകിച്ചും സ്ത്രീകളിൽ വരെ ഉണ്ടാവുന്ന ലിവർ സിറോസിസ്, ലിവറിലെ ഈ ഒരു മാറ്റം. അത് ഈ സിറോസിസ് എന്ന് പറയുന്ന ഗുരുതരമായ അവസ്ഥ തന്നെയാണ്. അത് കഴിഞ്ഞ് അതിന്റെ ചികിത്സാവിധി എന്ന് പറഞ്ഞാൽ ഈ ഒരു കരൾ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഇരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. അതിന് യഥാർത്ഥത്തിലുള്ള ആഹാര രീതിയും വ്യായാമ ശൈലിയും ജീവിത ശൈലിയുമാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ എന്ത് കാരണങ്ങളാലാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. എങ്കിൽ കൂടിയും പ്രത്യേകിച്ചും കേരളീയരുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, നമ്മളുടെ അന്നജ പ്രധാനമായ ഭക്ഷണം തന്നെയാണ് ഇവിടെ വില്ലനാവുന്നത്. ഈ കൊഴുപ്പായി മാറുന്നത് മുഴുവനും അന്നജമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെയും ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഈ അന്നജത്തിന്റെ അളവ് എല്ലാവരും കുറയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കിപ്പോ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, നിങ്ങൾക്ക് അമിതമായിട്ട് വണ്ണം ഉണ്ടോ, നിങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങളുണ്ടോ എന്നല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ അവിടെ തീർച്ചയായും
അന്നജത്തിന് പ്രാധാന്യം കുറയ്ക്കണം. അന്നജത്തിന്റെ അളവ് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു 10 എല്ലാവരും തന്നെ, ഇപ്പൊ ഞാൻ തന്നെ എത്രയോ നാളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ അന്നജം തൊടാറില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നട്ട്സും ഒരു പഴവും കുറച്ച് മുട്ടയും ഒക്കെ തന്നെ കഴിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് ഇതിനുള്ള ഒരു അവബോധം, അതിനോടുള്ള ഒരു ആഗ്രഹമാണ് വരേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇഡ്ഡലി ദോശയ്ക്കൊന്നും വലിയ താല്പര്യമില്ല. വല്ലപ്പോഴും ഒക്കെ ചിലപ്പോ ഒന്നോ മറ്റോ എടുത്ത് നല്ല ചട്നിയോ നല്ല തക്കാളി ചട്നിയോ നല്ല സാമ്പാറോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരെണ്ണം എടുത്ത് കഴിക്കും. അതാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് കൺട്രോൾഡ് ഈറ്റിംഗ് എന്ന് പറയും. പക്ഷെ ഹെൽത്തി ഈറ്റിംഗ് റെഗുലറൈസ് ചെയ്യണം. അവിടെയാണ് ഈ പറഞ്ഞ നല്ല പ്രോട്ടീൻ, ഹൈ പ്രോട്ടീനും നല്ല ഫാറ്റുമുള്ള, അതുപോലെ തന്നെ നിറയെ ന്യൂട്രിയൻസും ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഈ ഒരു നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസിലേക്ക് പോകാതിരിക്കാൻ ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, 3 ഈ ഒരു ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാര് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇതുപോലെയുള്ള ഒരു കൺട്രോൾഡ് കാർബോഹൈഡ്രേറ്റ് ലെസ് പ്ലാനിലേക്ക് വരണം. അതാണ് ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന LK ഡയറ്റ് പ്ലാൻ. എനിക്ക് വളരെയധികം പ്ലാൻസ് നമ്മളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഡയറ്റ് പ്ലാൻസ് എൻ്റെ വീഡിയോസിലുണ്ട്. ഈ LK ഡയറ്റ് പ്ലാൻ അതിൽ നമ്പർ 1 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒബേസിറ്റി, അമിതവണ്ണം, പ്രമേഹം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഈ 4 അസുഖങ്ങൾക്കും ഏകദേശം ഏറ്റവും ഉചിതമായ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് അന്നജം കൊടുത്തുകൊണ്ട് നല്ല പ്രോട്ടീനും നല്ല ഫാറ്റും വൈറ്റമിൻസും മിനറൽസും, അതായത് നല്ലോണം സാലഡ്സും. അപ്പൊ ഇത് മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ, അത് പെട്ടെന്ന് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഇത്രയും ചോറ് കഴിക്കുക, ഇത്രയും സാലഡ് കഴിക്കുക, ഇത്രയും മീൻ കഴിക്കുക. മീൻ ഇല്ല എങ്കിൽ പയറോ കടലയോ വെജിറ്റേറിയൻസിന് മറ്റുള്ള വെജിറ്റബിൾസും ഇത്രയും കഴിക്കാം ഉച്ചയ്ക്ക്. രാവിലെ ആണെങ്കിൽ ഒരു ഡെലി, അതാണ് ഈ കയ്യിലിരിക്കുന്ന ഒരു ഡെലി. ഇത്രയും തന്നെ എഗ്ഗ് കഴിക്കാം. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കുറച്ച് വെർജിൻ ഓയിലും ഒക്കെ ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചിയാ സീഡ്, മുരിങ്ങയില, എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇതൊക്കെ. വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിലരുടെ കമന്റ് ബോക്സിൽ ചിലർ എഴുതി, മാഡം അങ്ങനെ പറയുന്നത് നല്ലതാണ്, കാരണം നമ്മൾ മറന്നുപോയത് ഒന്നുകൂടെ ഓർക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അത് ഗുണപ്രദമാകും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കൊരു മോട്ടിവേഷനാണ്, തീർച്ചയായിട്ടും ഒന്നുകൂടെ പറയാമല്ലോ. അപ്പോൾ ചിയാ സീഡ് ഓംലെറ്റ്, മുട്ട എടുത്ത് സ്ക്രാമ്പിൾ ചെയ്യുക, 2 മുട്ട എടുക്കാം. അതിനകത്തേക്ക് മുരിങ്ങയില ഇടുക, തക്കാളി ഇടുക, വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം, ചുവന്നുള്ളി ഇടാം. ചിയാ സീഡ് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്ത് അതും ചേർക്കുക. ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. എത്ര എളുപ്പമാണ്. ഇതൊരു നല്ല ഫുൾ മീൽ ബൈ ഇറ്റ്സെൽഫ്, എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അതേസമയം കാർബോഹൈഡ്രേറ്റ് വളരെ കുറവ്. അതിന് പകരം നിങ്ങൾ നട്ട്സോ എന്തെങ്കിലും ഒരു ഇപ്പൊ ഫാറ്റി ലിവർ ഉള്ളവരുടെ കാര്യമില്ല, ഇത് പ്രിവെൻഷൻ ആണ് ഞാൻ പറയുന്നത്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ ഫ്രൂട്ട്സും പാടില്ല. അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനേറിയൻ ഡയറ്റ് ഞാൻ അവസാനം പറയുന്നുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ ജനറലി സ്പീക്കിംഗ് ഇത് വരാതിരിക്കാൻ പ്രിവെന്റീവ് ആയിട്ട്, പിന്നെ ഗ്രേഡ് 1, 2 ഉള്ളവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത്രയും നാളും ഇതൊന്നും ചെയ്യാത്തവര് ഒരു 3-4 ഇഡ്ഡലിയും കഴിച്ച് സാമ്പാറും അത് മാത്രം കഴിച്ച്, അല്ലെങ്കിൽ ചായയും കുടിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു പരിപ്പുവടയും ഉഴുന്നുവടയും ഒക്കെ കഴിച്ച് നടക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അവരെന്റെ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് വരുമ്പോ തന്നെ ഒരു 2-3 മാസത്തിനകത്ത് തന്നെ ഒരു ഗ്രേഡ് മാറും. അതോടൊപ്പം ഉച്ചയ്ക്കാണെങ്കിലും ഇത്ര ചോറ്, ഇത്ര സാലഡ്, ഇത്ര മീന്, ഇത്രയും വെജിറ്റബിൾ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. വൈകിട്ടാണെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുക. നട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കപ്പലണ്ടി ആവാം, കുറച്ച് ബദാം ആവാം, പിന്നെ കാഷ്യൂനട്ട് 1-2 ആവാം. അതോടൊപ്പം തന്നെ പൊരികടല കഴിക്കാം. അതോടൊപ്പം നമ്മളെ കരിഞ്ജീരക ചായ, പെരുംജീരക ചായ, മല്ലിച്ചായ, എത്രത്തോളം ചായ, ഇതെല്ലാം ഹൈ ആന്റി ഓക്സിഡന്റ് ചായകളാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ രോഗപ്രതിരോധ സംവിധാനത്തിനെ കറക്റ്റ് ചെയ്യാനും ആന്റി ഓക്സിഡൻസ് പ്രൊവൈഡ് ചെയ്യുക വഴി ഫ്രീ റാഡിക്കൽസിനെ നള്ളിഫൈ ചെയ്യാനും നമുക്ക് ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയും ഉന്മേഷവും ഒക്കെ ഉണ്ടാവാനും സഹായിക്കുന്ന ചായകളാണ്. ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇതില് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ചായ എന്നിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും. ആ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ രാത്രിയാണെങ്കിൽ 3 തരം കഞ്ഞിയുണ്ട്. കഞ്ഞിക്കകത്ത് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ 10% കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. 10% മതി. 10-നും 20-നും ഇടയ്ക്ക് നിന്നാൽ മതി കാർബോഹൈഡ്രേറ്റ്. അപ്പൊ രാത്രിയത്താണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റൈസ്,
2-3 ടേബിൾ സ്പൂൺ പയറ്, ചെറുപയർ മുളപ്പിച്ചതായാൽ ഏറെ നല്ലത്, അല്ലെങ്കിൽ കടല. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉലുവ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോവയ്ക്ക, അമരപ്പയർ, ഇത്രയും കൂടെ കുക്കറിലിട്ട് അങ്ങ് വേവിക്കണം. കോവയ്ക്ക ഒരു 4-5, അമരപ്പയർ 4-5 അത്ര ഇടണം. ചുവന്നുള്ളി 3-4 ഇടാം, വെളുത്തുള്ളി ഇടാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ അത് ഉലുവ 2 ടീസ്പൂൺ. ഇത് കിടപ്പുണ്ട്, ചായ പ്രമേഹ കഞ്ഞി എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, വൈറലായ വീഡിയോ ആണ്. അത് വെന്തതിന് ശേഷം കുക്കർ തുറന്നിട്ട് ഒരു പിടി മുരിങ്ങയില, 1 ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ, എള്ളിന് പകരം ചിയാ സീഡും ചേർക്കാം. ഇതില് റൈസ് 1 ടേബിൾ സ്പൂൺ ആകുന്നതിന് പകരം നിങ്ങൾക്ക് റാഗി ഉപയോഗിക്കാം, റാഗി പൗഡർ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ നിങ്ങൾക്ക് ഇതിന് പകരം ഉപയോഗിക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ദിവസത്തെ LK ഡയറ്റ് പ്ലാനിലുള്ള, ഞാനൊരു ജസ്റ്റ് ഒരു സ്കെലറ്റൻ ആണ് പറഞ്ഞത്, വളരെ വിശദമായിട്ട് മറ്റു വീഡിയോയിൽ കിടപ്പുണ്ട്. രണ്ടാമത്, അപ്പം ഇത് നമുക്കൊരു ഗ്രേഡ് 1, 2-നകത്തൊക്കെ നിൽക്കുന്നവർക്ക് ഇത് മതി, ഈ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് പോകാം. അതേസമയം ഗ്രേഡ് 3 എബോവ് ഗ്രേഡ് 2 ആണെങ്കിൽ 100% ഗ്രെയിൻ ഫ്രീ ഡയറ്റിലേക്ക് പോകണം. ഇവിടെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇനി ഒട്ടും ഇത് അഡ്വാൻസ്ഡ് ആവരുത്, എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ താഴെ ഇറക്കണം. അപ്പൊ അതിന് നമ്മൾ കംപ്ലീറ്റ് കാർബ്സ് കട്ട് ഓഫ് ചെയ്യണം ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. അതായത് അരി, അതുപോലെ തന്നെ ഗോതമ്പ്, പിന്നെ മൈദ, ബ്രെഡ്, പറവ അങ്ങനെയുള്ള എല്ലാം ഒഴിവാക്കണം. കൂടാതെ ചോളം, ബജ്റ, ബാർലി, മില്ലറ്റ്സ്, റാഗി, എല്ലാം സീരിയൽസ്, അന്നജപ്രധാനമായ അതാണ് ഓർക്കേണ്ടത്. ധാന്യങ്ങൾ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യണം. അതോടൊപ്പം കട്ട് ഓഫ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഴവർഗ്ഗങ്ങൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അന്നജത്തിൽ നിന്ന് മാത്രമല്ല കൊഴുപ്പ് ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ലിവറിൽ കൊഴുപ്പുണ്ടാകുന്ന മറ്റൊരു മാർഗമാണ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കൊഴുപ്പായി മാറും നമ്മളെ ലിവറിനകത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഉടനെ അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങ് കൊഴുപ്പാക്കി മാറ്റും. അത് തന്നെയാണ് ഈ ഉള്ള ഫ്രൂട്ട് ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴും ഉണ്ടാവുന്ന അവസ്ഥ. അതുപോലെ തന്നെയാണ് എയറേറ്റഡ് ഡ്രിങ്ക്സും, നിങ്ങളുടെ ഈ എന്താ പറയാ ഷുഗർ കണ്ടെയ്നിങ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, മധുരം ഉള്ള പാനീയങ്ങൾ എല്ലാം ഇത് വളരെ ഫാസ്റ്റായിട്ട് കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞുകൂടും എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. ബേക്കറി ഐറ്റംസ് ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഗ്രേഡ്, ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഇതൊക്കെ ബേക്കറി ഐറ്റംസ് എന്ന് പറയുന്നത് മൈദ, ബ്രെഡ്, പൊറോട്ട, പാസ്ത, ചൈനീസ് നൂഡിൽസ്, ഇങ്ങനെയുള്ള എല്ലാ റിഫൈൻ പ്രോഡക്ട്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻസുലിൻ വരും. അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റാനായിട്ടുള്ള ഗ്ലൂക്കോഗോൺ പെപ്റ്റൈഡ്, അങ്ങനെയുള്ള എൻസൈംസും എൻസൈംസും ഹോർമോൺസും ഒക്കെ ഇത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന. ഗ്ലൈക്കോജൻ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തത് ഫാറ്റാണ്. ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് സ്റ്റോറേജ് ആണ്. ഫാറ്റ് എന്ന് പറയുന്നത് സെൽസിലേക്ക് അത് കൊണ്ടുപോകും, ഫാറ്റായി മാറും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാനിപ്പോ പറഞ്ഞ അന്നജത്തിനെ മാത്രം മാറ്റി നിർത്തിയാൽ പോരാ, പഴവർഗ്ഗങ്ങൾ പോലും ഗ്രേഡ് 3 ഫാറ്റി ലിവർ ഉള്ളവർ കഴിക്കാൻ പാടില്ല, ഒട്ടുമേ കഴിക്കാൻ പാടില്ല. നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് എൻ്റെ ഗ്രെയിൻ ഫ്രീ ഡയറ്റ്. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് വീഡിയോ ഫ്രം 3 to 7, 327 തൊട്ട് 343 വരെ കിടപ്പുള്ള വീഡിയോസ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് രാത്രിയും കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ വിശദമായിട്ട് അതിലുണ്ട്. ഇതിൽ വെജിറ്റേറിയൻസിനും ഉണ്ട്, നോൺ വെജിറ്റേറിയൻസിനും ഉണ്ട്. വെജിറ്റേറിയൻസിന് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടയും അങ്ങനെയുള്ള നട്ട്സും ഒക്കെ നോൺ വെജിറ്റേറിയൻസിന് ഈ സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങനെ കഴിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ ഗ്രിൽഡ് ഫിഷോ അതല്ലെങ്കിൽ ഫിഷ് കറിയോ സാലഡ്സോ കുറച്ച് കറിയോ മറ്റുള്ള പയറോ കടലയോ ഒക്കെ തന്നെയാണ്. അവിടെ റൈസ് മിണ്ടാൻ പാടില്ല, റൈസ് നമ്മൾ കഴിക്കരുത്. അതുപോലെ രാവിലെ ഇഡ്ഡലി കഴിക്കരുത്. വൈകിട്ടാകുമ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നതിനകത്ത് റൈസ് ചേർക്കാൻ പാടില്ല, ബാക്കിയൊക്കെ ചേർക്കാം. റൈസ് മാത്രമല്ല, ഈ അന്നജങ്ങൾ ഒന്നും ചേർക്കാതെ ഉള്ള ഒരു കഞ്ഞിയായിരിക്കണം. പയറും അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചേർക്കാം. നേരത്തെ പറഞ്ഞ ഉലുവ ചേർക്കാം, വെജിറ്റബിൾസ് ചേർക്കാം, എല്ലാം ചേർത്തിട്ടുള്ള ഒരു കഞ്ഞി. പിന്നെ അല്ലെങ്കിൽ സൂപ്പും സാലഡും ഫിഷോ ചിക്കനോ മട്ടണോ ഒക്കെ കഴിക്കാം. പക്ഷെ അമിതമായിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കരുത്. അതായത് വലിയ കൊഴുപ്പ് കഷ്ണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. എണ്ണയിൽ പൊരിച്ചുള്ളത് പാടില്ല. പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മതി.
വെർജിൻ കോക്കനട്ട് ഓയിൽ കൂടുതലായിട്ട് കഴിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഭക്ഷണക്രമം റെഗുലറൈസ് ചെയ്യുക. ഇത് ഭക്ഷണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഉണ്ട്. ഇനി അടുത്തത്, അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യം ഓക്കെയാണ്, നോ ഇഷ്യൂസ്. തീർച്ചയായിട്ടും ഫാറ്റ് ഡിസോൾവ് ചെയ്തുണ്ട്. അപ്പൊ നമ്മൾ അന്നജം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അന്നജം കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന കൊഴുപ്പ് ഡിസോൾവ് ചെയ്ത് വരും. അങ്ങനെയാണ് ഫാറ്റി ലിവർ കുറയുന്നത്. ശരീരത്തിന് എല്ലാ ദിവസവും ഊർജം ആവശ്യമാണ്. അപ്പൊ അതിങ്ങനെ ഈ രീതിയിൽ എടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഊർജത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റ് കീറ്റോൺസ് ആയിട്ട് മാറി നമുക്ക് ഊർജം തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഊർജം കിട്ടില്ല എന്ന് വിഷമിക്കണ്ട. പിന്നെ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സ് നമ്മളുടെ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും. സാലഡ് വെജിറ്റബിൾസിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതശൈലി. ജീവിതശൈലിയിൽ വ്യായാമം ഏറ്റവും പ്രധാനമാണ്. വ്യായാമത്തിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഏതെങ്കിലും ഒരു ജിംനേഷ്യത്തിൽ പോയി ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബിൽ പോയി ജോയിൻ ചെയ്യണം. അത് റെഗുലറൈസ് ചെയ്തേ പറ്റൂ. ഇത് ആഹാരവും നമ്മൾ വ്യായാമവും ഒപ്പത്തിനൊപ്പം നിൽക്കണം. അതോടൊപ്പം സ്ട്രെസ് കുറച്ചേ പറ്റൂ. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ ശരിക്ക് ഗ്ലൂക്കോസ് എവിടെ ഇരിക്കുന്നു അതെല്ലാം തിരിച്ചു വന്ന് ബാക്കിയുള്ളതെല്ലാം തന്നെയും ലിവറിൽ പോയി കൊഴുപ്പായി മാറും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സസൈസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എക്സസൈസ് ചെയ്യുന്നതനുസരിച്ച് ലിവർ ക്ലെൻസ് ചെയ്ത് ഡീറ്റോക്സ് ചെയ്ത് വരും. അതാണ് അതിന്റെ, നല്ല പ്യൂരിഫൈ ചെയ്ത് വരും. നല്ല ഹെൽത്തി ആയിട്ട് ലിവർ മാറും. അതോടൊപ്പം ഈ സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക, സമാധാനമായിട്ട് ഉറക്കം, ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുകയും വേണം. അതോടൊപ്പം സ്ട്രെസ് ഫ്രീ ലൈഫിനാണ് ഞാൻ പറയുന്ന യോഗയും മെഡിറ്റേഷനും ഡീപ്പ് റിലാക്സേഷനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന് ഒട്ടും അമാന്തിക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഗ്രേഡ് 4 ഗ്രേഡ് സിറോസിസിലോട്ട് കയറാത്ത കോശങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. മനസ്സിലായോ? അതാണ്. പിന്നെ അത് റിവൈവ് ചെയ്ത് വരികയും ചെയ്യും. നമുക്ക് ലിവറിനകത്ത് ഒരു 20% നോർമൽ സെല്ല് കിട്ടിയാൽ മതി, അത് നേരെ പ്രവർത്തിച്ചോളും. അത് 80% മുകളിൽ കയറുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മള് ലിവർ ഷട്ട് ഡൗൺ ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനശേഷി പോകുന്നത്. പിന്നെ അത് അസിഡിറ്റീസിലേക്കും അതുപോലെ തന്നെ ഇസോഫാഗൽ വേരിസസിലേക്കും പോർട്ടൽ ഹൈപ്പർ ടെൻഷനിലേക്കും ഒക്കെ പോകുന്നത് 80% മുകളിൽ കോശങ്ങൾ നശിക്കുമ്പോഴാണ്. അതുകൊണ്ട് അത് ഓർക്കുക. തീർച്ചയായും നമുക്ക് ഇങ്ങനെ ഒരു കരൾ രോഗം കൂടി സിറോസിസിലേക്ക് പോയി ഒരു ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകാതെ നമുക്ക് തിരിച്ച് നമുക്കൊരു നല്ല ജീവിതം കൊണ്ടുവരാൻ ഇങ്ങനെ ഇത്രയും ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് വളരെ പേഷ്യൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. അവരൊക്കെ തന്നെ 3 ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പം 1, 0 ഒക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. പക്ഷെ അവര് വളരെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി അവരനുസരിച്ചു. അതിന്റെ പ്രയോജനമാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.